വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മൾ നല്ല കുക്കിംഗ് വീഡിയോ എക്സ്ക്യൂസ് മീ, എന്നെ കൂടി കാണില്ലേ. ഹലോ ഗൈസ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നെ നിങ്ങൾ നോക്കണ്ട, തൽക്കാലേ നിങ്ങൾ നോക്കിയാൽ മതി. ക്യാമറമാനാണ്. അപ്പൊ ഇന്നത്തെ താരം നമ്മളെ കൺമണിയാണ്. കൺമണി ഒരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. അപ്പൊ അതാണ്ട് ടൊമാറ്റോയുടെ ആണ് ഇല്ലേ കൺമണി? നല്ല പ്രൊഡക്റ്റ് ആണ് താണ്ടെ. അപ്പം ഇത് നമ്മൾ സ്റ്റെയിൻ ചൂടിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ പെട്ടെന്ന് ചൂടാൻ വേണ്ടിയിട്ടാണ്. രാത്രിയാണ് ഗൈസ് എടുക്കുന്നത്. ഒരു പൗഡറിന് 2 ഗ്ലാസ് ആണ് ഗൈസ്. അപ്പം 1 ഗ്ലാസും കൂടെ ആഡ് ചെയ്യണം ഗൈസ്. അപ്പം കൺമണി നല്ല സൂപ്പറായിട്ട് കുക്കിംഗ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഷെഫ് ആണോന്നുണ്ട്, ഒരു പൈലറ്റ് ആണോന്നുണ്ട്. അതാണ് പഠിക്കണം. ഇപ്പം ഇതേ കണക്കത്തെ സൂപ്പൊക്കെ ഉണ്ടാക്കാൻ നിസ്സാരമായിരിക്കും. പിന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ പോയി. അത് നമ്മൾ സ്റ്റെയിൻ ചൂടിൽ വെക്കണം. അത് പിന്നെ വെള്ളം നീ ഒന്നും കൂടി തിളപ്പിച്ചു പോകും. ചുമ്മാ കഴിച്ചിട്ട് വെറുതെ വായിട്ട് അരക്കുകയാണ്. ഗൈസ്, ഈ കുറിച്ച് പറയുന്നൊന്നും വിശ്വസിക്കരുത്. ദിസ് ഈസ് ഫേക്കിംഗ്. തേങ്ങ കൊല അവളേനെ പറഞ്ഞു. നിന്റെ നല്ല താണ്ടെ അമ്മ നമ്മളെ കൺമണി താണ്ടെ പൗഡർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് കുരുര കിടക്കുന്നുണ്ടോ? അത് നമ്മളെ ടൊമാറ്റോ ആണ് കേട്ടോ. ചീസ് വരുന്ന ഈ ഫ്ലേവർ ആണ്. ചീസാണ് കേട്ടോ. താണ്ടെ ഈ ഒരു ബട്ടറിന്റെ ചീസാണ്. ഓ, ഈ പൗഡർ ഒന്ന് നോക്കി ഗൈസ്. ആ ഒരു കളർ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പോലും ഇട്ടില്ല, അതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് കളർ മാറി. നിങ്ങൾ ഒരെണ്ണം ഇട്ടാൽ മതി, ഇത്ര കളർ ആവുന്നുണ്ടെന്ന്. കളർ വന്നിട്ട് കാര്യമില്ല, അതിന്റെ ഫ്ലേവർ അറിയണമെങ്കിൽ നമ്മൾ 2 പൊടിയൊക്കെ ഇടണം. ഇത് ക്യാമറയിൽ കാണുന്നതൊക്കെയല്ല, നല്ല ഓറഞ്ച് സ്റ്റിക്കി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പാക്കറ്റും കൂടി പൊട്ടിച്ചിരിക്കുക. നല്ല കുറുകി വരും ഇല്ലേ കൺമണി? കുറുകിയിട്ടാണെങ്കിൽ ഇനി കുരുമുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഉപ്പ് ഇടണം. ചിലർക്ക് ഉപ്പ് വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് ഉപ്പ് വേണം. കൺമണി, ഈ കൊറിയൻകാർ ചിലവരൊക്കെ ഉണ്ട് ഈ സൂപ്പിൻ്റെ കൂടെ ന്യൂഡിൽസ് വയ്ക്കുന്നവര്. അതുകൊണ്ട് അത് നമ്മൾ ഉടനെ അതും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കുക്കിംഗ് ആയിട്ടിട്ടുകൊണ്ട് വരുന്നതായിരിക്കാം. ഇനി നമ്മളുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുക്കിംഗ് വീഡിയോസ് ആയിരിക്കും. അത് നിങ്ങൾ കാത്തിരിക്കണം. ഓക്കെ, പെട്ടെന്ന് ഇവിടെ ഒക്കത്തില്ല, പക്ഷെ അതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ കുക്കിങ്ങിൻ്റെ അങ്ങനെയൊക്കെ എന്തൊക്കെ ആഡ് ചെയ്യണം. പക്ഷെ ഇപ്പോൾ സമയം മണി 9:10 ആയി കാണും. 9:10 മണിയാ? 9:59 10 മണിയായി. 10 മണിയായിട്ടുണ്ട്. ഞങ്ങൾ 8 മണിക്ക് അങ്ങ് കിടന്നു കേട്ടോ. അപ്പോൾ ഉറക്കം വരാത്തതുകൊണ്ട് ഞങ്ങൾ ടിവിയുടെ മുമ്പിൽ കയറി. ഞങ്ങൾ നല്ലൊരു ചാനലിലെ ഒരു വീഡിയോ ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന ചാനലാണ് ഗൈസ്, പുള്ളോത്തി എന്ന് പറയുന്ന ചാനല്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ്. അവർക്ക് എത്ര യൂട്യൂബിൻ്റെ ചാനൽസ് മില്യൺസ് ആണ് കിട്ടിയിരുന്നത് കൺമണി? 1 മില്യൺ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിയാണ്. അതൊരു ക്രിസ്മസിൻ്റെ ആയിരുന്നു. ആണ്ട് നമ്മളെ സൂപ്പ് നല്ല മണം. ക്യാമറയ്ക്കൊക്കെ മൂക്കൊണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ എപ്പോഴേ മണത്ത് തന്നെ വിശപ്പ് വച്ചേന്ന്. അപ്പം ഇതാണ് കൺമണിയുടെ ഒരു ഹൗസ്. ഇത് അടുക്കള വശത്തെ ഒരു ഡോറാണ്. ഇത് തുറന്ന അപ്പുറത്ത് കാടാണ് കേട്ടോ. അതൊരു കുറുവാ സംഘം. ഇനി നിനക്ക് എപ്പോഴും ഇതേ പറയാനോ? അവള് കുറുവാ സംഘം. ആണ്ടേ നമ്മളെ കൺമണി കുരുമുളക് ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പം അതാണ്ടേ ഇത് എത്ര ടീസ്പൂണാ? നമ്മൾ ആവശ്യത്തിന് ഇടാൻ എരി കണക്കിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് നെയ്യോ ചീസോ അങ്ങനെ എന്തെങ്കിലും ഇടണോ? ഇതാണ്ട് നമ്മളെ മാഗിയുടെ ആ ഒരു വെള്ളം തിളച്ച് ഇടുന്നാണ് കാണുക ഗൈസ്. നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അത് പൊക്കി കാണിച്ച കൺമണി. ഇതാണ്ട് ഇത് നമ്മളെ എന്താ പറയാ, ഒരു ചീസിയാണ് കേട്ടോ. ഇത് കുറച്ചും കൂടെ വലുതാവും. വെള്ളത്തിന്റെ ഹീറ്റ് ആണ്, പക്ഷെ നമുക്ക് ജസ്റ്റ് കളിക്കണം ചാവറ്റി ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരുപാട് ഹീറ്റ് കൊടുക്കുന്നില്ല. അപ്പോഴത്തേക്കും ഇത് എത്ര മിനിറ്റ്? ഇനി ഒരു 15 മിനിറ്റ് വെക്കണം. 15 മിനിറ്റ് വേണ്ട, അതിന് മുമ്പേ ഇത് 8 മിനിറ്റ് മതി. പിന്നെ ആണ്ടേ ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട്. അത്യാവശ്യം താണ്ടേ കൺമണി കാണിച്ചു തരും. ഉപ്പ് ഇട്ടു കേട്ടോ. നിങ്ങൾക്ക് പറ്റുമോ അത്രയും? നമുക്ക് ആവശ്യമുള്ള രീതിൻ്റെ അത്രയും മതി കേട്ടോ. നാണ്ടേ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല കുറുകി നല്ല സ്മൂത്ത് കണക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല സൗണ്ട് കേൾക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ കേട്ടു നോക്കും. നല്ല സ്മെല്ലാണ് ഗൈസ്. നമ്മളെ രസമില്ലേ, കട്ട
ഇതാണ് ആദ്യമൊക്കെ രസത്തിന്റെ സ്മെല്ലായിരിക്കും, പിന്നെ അത് മാറി ഈ മാഗി ഉണ്ടല്ലേ അതിന്റെ സ്മെല്ലാവും. എപ്പിയല്ല കേട്ടോ, മാഗിയാ. എപ്പി മാഗി ഒന്നും തന്നെയാണ്, ഒരേ സ്മെല്ലാണ്. പിന്നെ അതിന്റെ മസാല വ്യത്യാസം എടുത്തുള്ളൂ. പക്ഷെ നല്ല കുറുകി ഇങ്ങനെ വരും പൈസ ഉണ്ടാ. എണ്ണ ഉണക്കി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല രസമോ. പയ്യെ നിർത്തി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് ഇതാണെങ്കിൽ ഇങ്ങനെ കുമ്മള വരും. ഗൈസ്, നിങ്ങൾ കാണുന്നതൊക്കെ കൊണ്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെയായിട്ട് ആരും കമൻറ്റ് ഇട്ടിട്ടില്ല. ആരെങ്കിലും ഒന്ന് കാണണേ പ്ലീസ്. ഞങ്ങളൊക്കെ പാവങ്ങളെ ജീവിച്ചു പോയിട്ട്. മഞ്ഞപ്പല്ലിച്ചി, ഒട്ടപ്പല്ലിച്ചി. നല്ല തിളച്ചു വരുന്നുണ്ട് ഗൈസ്. ഹായ്, നല്ല മണമുടി. അയ്യോ, ഇപ്പഴേ ചൂടോടെ എടുത്തങ്ങ് മോന്തണം. ചൂടായുണ്ട്. ദാണ്ട് ഈ ഒരു ഫ്ലെയിം ചൂടാണ് കേട്ടോ. ദാണ്ട് ഈ ഒരു ഫ്ലെയിം ചൂട് മതി. നമുക്ക് ഇനി ഓഫ് ചെയ്യാം. നമ്മളെ സൂപ്പ് ഇവിടെ തയ്യാറായെന്ന് തോന്നുന്നു. ആ ചീസൊക്കെ മണ്ടയിൽ പൊങ്ങി കിടക്കുന്നു. നല്ല കുറുകിയിരിക്കുന്നു. ഇനി നമ്മൾ എടുത്ത അതേ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ച് മാറ്റാം. നമ്മൾ ഗ്ലാസ്. അപ്പൊ ദാണ്ട് നമ്മളെ കൺമണി ഇത് ഇനി ഒന്ന് തുണി വെച്ച് പിടിച്ച് മാറ്റാൻ പോവാണ് കേട്ടോ. നമ്മൾ വെള്ളം എടുത്ത് അതേ ഗ്ലാസ് അളവാണ് എടുക്കുന്നത്. ഇനി നമുക്ക് മാറിപ്പോകാൻ നോക്കണം. പിന്നെ നമുക്ക് ഈ ടവൽ എടുക്കണം. അപ്പൊ കൺമണി ഈ ഒരു കുക്കിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു വീടാണ്. രണ്ട് നിലയല്ല, മുകളിൽ ടെറസ് ഉണ്ടെന്ന് മാത്രം. ഞങ്ങൾ 2 നില കെട്ടാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ആണ് അടുത്ത വീട് കെട്ടുന്നുണ്ട്. ആണ്ട് ഈ ഒരു വീതിയിലാണ് അവരുടെ അടുക്കള. അപ്പം നല്ല മണമുണ്ട് കേട്ടോ ഗൈസ്. കുറുകി ഓയ് ക്രീമി. ഹായ് ഹായ് ഹേമ. ഇത് സുൽത്താനൊക്കെ ഉള്ളതാണ് ഗൈസ്. സുൽത്താന ഇത് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയോ? ചൂട്. അയ്യോ, ചൂടായിരുന്നു. അതിവിടെ പിടിച്ച് കുടിക്കണം കുട്ടി. ഞാൻ സ്പൂൺ വെച്ച് കോരി കുടിച്ചോളാം. ഒരു കുടി. ഇനി എനിക്ക് വേണ്ടി ഗ്ലാസ് എടുക്കണം ഗൈസ്. ഗ്ലാസ് അവർക്ക് വേണ്ടിയിട്ട് പിന്നെ സ്പെഷ്യൽ ഗ്ലാസ് ആണല്ലോ. ഞാൻ ഗ്ലാസ് എടുക്കുന്ന രീതി കാണിച്ചുതരാം ഗൈസ്. അയ്യോ അയ്യോ, ഇവക്ക് ഇതൊക്കെ തന്നെ എപ്പോഴും നോക്കിയാല്. അപ്പൊ ഗൈസ്, നമുക്ക് ഈ ഫാൻ ഒന്ന് ഇട്ടാലോ അടുക്കളയിലെ. അത് എടി കൺമണി ഒന്ന് ഇടടി. ഇങ്ങനെ എൻ്റെ കുഞ്ഞു കൈ ഇവിടുന്ന് ഇങ്ങനെ വരുന്നതായിരിക്കും. രസത്തിന്റെ ടേസ്റ്റ് കേട്ടോ ഗൈസ്. നല്ല രസത്തിന്റെ ടേസ്റ്റ് ആണ്. അതേ കളറും അതേ മണവും അതേ ടേസ്റ്റ്. ഒരു ചെറിയൊരു ടൊമാറ്റോയുടെ ടേസ്റ്റ് ഉണ്ട്. അയ്യോ, നമ്മളെ ചൂപ്പ് കറിയിൽ പോയി. ക്യൂബ്സ് കാണിച്ചു കൊടുക്കുക. ചീസ് ക്യൂബ്സ് ഇടങ്ങുന്നുണ്ടോ? നല്ല രസമാണ് കേട്ടോ. എടി കൺമണി, എനിക്ക് രണ്ടാമത് വന്നോണം കേട്ടല്ലേ. നമ്മളെ ഫാൻ നല്ല വേഗത്തിലാണ് കറങ്ങുന്നത്. ഈ ഒരു ഫാന് എവിടെ നിന്ന് മേടിച്ചാണ് കൺമണി? ഇത് ഞങ്ങള് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ഇലക്ട്രിക് ഫാനാണ് അല്ലേ? അതുകൊണ്ട് നല്ല കാറ്റുണ്ട്, നല്ല രസമാണ്. എല്ലാ കാര്യവും നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ആദ്യം ക്യൂബ്സ് ഉണ്ടാ. ഇത്രയും വലുതാണുള്ളത്. പക്ഷേ നമ്മൾ ഇത്ര ആക്കിയെന്ന് മാത്രം. നമുക്ക് വലുതാവും. അതെ, പക്ഷെ നമുക്ക് അത്രയും വെന്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അതാണ് നമ്മൾ അത്രയും വേവിക്കാത്തത്. സ്ക്യൂബുള്ള അങ്ങോട്ട് മാത്രമേ വീഴുന്നുള്ളൂ. നീ കോഴി ഇട്ടാൽ മതി. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ ഞങ്ങൾക്ക്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പൊ ഇത് എന്റെയാണ്. എനിക്ക് സ്റ്റീൽ ഗ്ലാസ് ആണ് ഇഷ്ടം കേട്ടോ. കൺമണിയുടെയാണ്. ചൂട് പെട്ടെന്ന് ആറാനാണ് കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്യാമറമാൻ ഞാനാണ്. അവളാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇനി അവളെ കണ്ടാൽ മതി. ഇത്ര ഞാനായിരുന്നു കുക്ക് ചെയ്തത്. കുക്ക് കഴിഞ്ഞ് ഇനി അവളാണ്. അവളെ പണിയാണ്. നീയല്ലേ എന്റെ വീട്ടിൽ നിൽക്കുന്ന. അയ്യോ, അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണേ. നല്ല
വാസന ഉണ്ട് കേട്ടോ. എനിക്കൊരു ക്യൂബ് ഉണ്ട് ഗൈസ്, ക്യൂബും കൂടെ ചേർത്ത് രസത്തിന്റെ ടേസ്റ്റ്. അതെ പക്ഷേ ഞാൻ ടേസ്റ്റ് ടൊമാറ്റോയുടെ ടേസ്റ്റ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. എനിക്ക് സ്റ്റൂവ് ഒന്നുകൂടി ഇല്ല. ആ സ്റ്റൂവിന് എന്തോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ദിസ് ഈസ് വെറും 10 രൂപയേ ഉള്ളൂ. നിങ്ങളും കൂടെ വാങ്ങിച്ച് ടേസ്റ്റ് നോക്കും, നല്ല ടേസ്റ്റാണ്. പക്ഷെ അതിനകത്ത് പല ഫ്ലേവർ ഉണ്ട്. നമ്മുടെ ചീരയുടെ ഉണ്ട് കേട്ടോ, ചീരയുടെ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ബ്രോക്കണീൻ്റെ ഉണ്ട്, ക്യാരറ്റിൻ്റെ ഉണ്ട്, കോളിഫ്ലവറിൻ്റെ ഉണ്ട്, കോളിൻ്റെ കോളിൻ്റെതാണ് വലിയ ഡീലിഷ്യസ്. സൂപ്പർ. ഒരു മഞ്ഞ കളറാണ് ഗൈസ്, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ടൊമാറ്റോ ഇഷ്ടമാണ്, ക്യാരറ്റ്, പിന്നെ ഒരു സ്പൈസിയുടെ കൊറിയൻ ഒരു. പക്ഷേ ഈ ഒരു സൂപ്പിൻ്റെ കൂടെ നല്ല മാഗി ഇട്ട് തിന്നണം. പിന്നെ ഒന്നും വേണ്ട ജീവിതത്തിൽ. അതാണ് ഗൈസ് ഞങ്ങൾ കൊറിയയില എല്ലാം എടുത്തു കഴിഞ്ഞ് നമുക്ക് എല്ലാ സംബന്ധം ഞങ്ങൾക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൊറിയയിലാണ്. ഞങ്ങൾ വെറും കൊറിയ അല്ല കേട്ടോ, സൗത്ത് കൊറിയ. നോർത്ത് കൊറിയ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ ജീവനക്ക് അതോ ഹേ ഓഹോ. ഓള് കുടിച്ചു തുടങ്ങി ഗൈസ്. ഞാൻ ഇവിടെ ഇങ്ങനെ പയ്യെ ഒരു സ്കൂപ്പ്. നമ്മളെ ജില്ല കൊല്ലം. അപ്പൊ കൊല്ലത്ത് ഡ്രീം ഹാൾ വന്ന കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ അല്ലേ. പാർട്ട് 2 വരുന്നുണ്ട് കേട്ടോ, കാത്തിരുന്നോ. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.